കഴകം അഥവാ TVK നേതാവും തമിഴ് സൂപ്പർ സ്റ്റാറുമായ വിജയോട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടി കാട്ടുന്ന മമത പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനെതിരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആഞ്ഞടിക്കുന്ന വിജയുടെ TVKയുമായി കോൺഗ്രസ് ചങ്ങാത്തത്തിലാകുമ്പോൾ DMK കൂടി അംഗമായ ഇന്ത്യ സഖ്യം പ്രതിസന്ധിയിലേക്ക് തള്ളിവിടപ്പെടുമോ എന്ന ചിന്തയാണ് പലർക്കും. എന്നാൽ അതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ഇന്ത്യ സഖ്യം പഴയതുപോലെ ശക്തവും അപവാദങ്ങൾക്ക് അതീതവുമാണെന്ന് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K സെൽവപെരുന്തങ്കൈ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യവും തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് സഖ്യവും മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് TNCC അധ്യക്ഷൻ. കൂടാതെ കോൺഗ്രസിന് TVKയുമായി സഖ്യമുണ്ടാക്കാനുള്ള യാതൊരു നീക്കവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. TVK നേതാവായ വിജയുടെ ജനപ്രീതി ദിനം തോറും വളരുന്ന സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലം അടുക്കുംതോറും TVKയുടെ വളർച്ച അത്ഭുതാവാഹമാണെന്ന് തന്നെ പറയാം. അടുത്തിടെ കരൂരിൽ TVK റാലിക്കിടെയുണ്ടായ വൻ ദുരന്തം പാർട്ടിക്കും വിജയ്ക്കും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്നുമൊക്കെ വളരെ പെട്ടെന്ന് കരകയറുകയാണ് TVK. ഭരണകക്ഷിയായ DMKയുടെ മേൽ പല ആരോപണങ്ങളും അഴിച്ചുവിട്ടാണ് വിജയ് TVKയുടെ വളർച്ച ഉറപ്പാക്കുന്നത്. ഒപ്പം കേന്ദ്ര ഭരിക്കുന്ന മോദി സർക്കാരിന്റെ പല നയങ്ങളും മൂർച്ചയേറിയ വിമർശന ശരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാനും മറക്കുന്നില്ല വിജയ്. ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ആളിപ്പടർത്തി തമിഴ് മക്കളെ കയ്യിലെടുത്ത് മുന്നേറുമ്പോൾ പ്രമുഖ പ്രതിപക്ഷമായ AIADMKയും വിജയ് ആരാധകരാവുകയാണ്. ഇതിനിടയിലാണ് മോദി വിരുദ്ധ പ്രസ്താവനകൾ നടത്തി കയ്യടി നേടുന്ന വിജയോടും TVKയോടും ഒരിത്തിരി മമത തമിഴ്നാട്ടിലെ കോൺഗ്രസിനുമുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വിജയ് തരംഗം വീശുമ്പോൾ അതിൽ ഒരിത്തിരി ആരാധനയൊക്കെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടാകാം. നടൻ വിജയ് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടുകെട്ടിനെ വെല്ലുവിളിക്കുന്ന പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് കുറച്ചുനാൾ മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുമുള്ള കോൺഗ്രസ് MP-യായ മാണിക്യം താഗോർ പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. BJPയെയും RSSയെയും എതിർത്തു സംസാരിക്കുന്ന ആരെയും കോൺഗ്രസ് ആദരവോടെയാണ് കാണുന്നതെന്നും മാണിക്യം താഗോർ പറയുകയുണ്ടായി. വോട്ടർ പട്ടിക തീവ്ര പരിശോധന, ഡിലിമിറ്റേഷൻ തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള വിജയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ടാഗോർ അന്ന് അങ്ങനെ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസിനുള്ളിൽ നിന്ന് വരുമ്പോൾ കോൺഗ്രസ് TVK ബന്ധത്തെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. പക്ഷേ അത്തരം അഭ്യൂഹങ്ങൾ ഇന്ത്യ മഹാസഖ്യത്തിന് പാരയാകാതെ നോക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രം കടമയാണ്. DMKയുമായി ഇടഞ്ഞു നിൽക്കുന്ന TVKയോട് കോൺഗ്രസ് അടുത്താൽ മഹാസഖ്യത്തിന് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നുമാവില്ല. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രതിരോധത്തിലുമാകും. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും. അഭ്യൂഹങ്ങൾ അപകടകരമാകുന്നതിന് മുന്നേയുള്ള പ്രതിരോധമാണ് TNCC അധ്യക്ഷന്റെ പ്രസ്താവന. DMKയുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിന് ഇത്തരം അഭ്യൂഹങ്ങൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായി തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യുമെന്ന് തന്നെ കരുതാം.